അവളോടത്തൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് വളരാൻ പറ്റില്ല. മരിച്ചു പോയില്ലേ, അച്ഛൻ പോയില്ലേ, തെറി പിടിക്കുന്ന അത്രയ്ക്ക് ഹേർട്ട് ചെയ്യുന്ന കമന്റ് ഞാൻ എടുക്കാറുള്ളൂ. എനിക്ക് പല ഫിലിമിലും ഞാൻ ഓഡീഷനൊക്കെ പോയിരുന്നപ്പോഴും കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞു, സ്ട്രക്ചർ ഇല്ല എന്ന് പറഞ്ഞു, സെക്ഷലിയും മോശമായിട്ട് പറയും. ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്തിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടാമത് ഗർഭിണിയായി, ഞാൻ എൻ്റെ വയറ്റില് വെളിച്ചെണ്ണ തെളിച്ച് വീണു. വലിയ തല വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ നോക്കിയപ്പം പൊക്കം കുറഞ്ഞ ആൾക്കാരെ ബോഡി ഷേമിങ് ചെയ്തിട്ടാണ് ഇടണേ എന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ ഫേസ് എക്സ്പ്രഷൻസ് ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന നാട്ടുകാർ എല്ലാവരും കാണണം. എല്ലാം നെഗറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് ഇനി നേരെ ഉണ്ടാവുള്ളൂ. മക്കൾ വളർന്നു കഴിയുമ്പം നാളെ ചോദിക്കരുത് അമ്മ എന്നും ചെയ്തില്ലല്ലോ എന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞ് കണ്ടു നോക്കി, എനിക്ക് എന്നെ എന്ത് തേങ്ങയാണ് കാണിച്ചു വെച്ചിരിക്കണത് എനിക്ക് എന്നെ തോന്നുന്നു. ഞാൻ ഫിൽറ്റർ ഇടാറുണ്ട്, നമുക്ക് പിന്നെ ഫിൽറ്റർ എടുത്ത് വെച്ചിരിക്കുന്നത് എന്ത് തേങ്ങ വേണ്ടിയിട്ടാണ്? ബിരിയാണിയിൽ കിസ്മിസ് പകരം അണ്ടിപ്പരിപ്പായിട്ട് ഇടാൻ വേണ്ടിട്ടോ. ബാങ്കിൽ ജോലിക്ക് പോകുമ്പോൾ സൂട്ടും തൊട്ടിട്ട് തന്നെ പോകും. വീട്ടിൽ വരുമ്പോൾ എനിക്ക് നൈറ്റ് ഇട്ട് ഇടക്കണം. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നാട്ടിൻപുറം ഞാനാണെങ്കിൽ 90s ആണ്, ഉള്ളിൽ നിന്ന് പോണ്ടേ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഗീതു അശ്വബാണ്. നമസ്കാരം. നമസ്കാരം. ഗീതുവിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂ കാനഡയിൽ നിന്ന് വന്നതിന് ശേഷം ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടല്ലേ. അപ്പം ഞാൻ അതിലെല്ലാം ശ്രദ്ധിച്ച കാര്യം, എല്ലാവരും ആസ് എ പേഴ്സൺ ഞാൻ ഫസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യങ്ങളെല്ലാം അവർ ചോദിച്ചു കഴിഞ്ഞു. ഗീതു എങ്ങനെ തുടങ്ങി, എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, ചാക്കില്ലാതെ കാണാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ആസ് എ പേഴ്സൺ എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി, ഇല്ല, ഗീതു പറയുന്നത് കുറേ കൂടെ ഡെപ്ത് ആയിട്ടുണ്ട് ചില കാര്യങ്ങൾ. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചു ഗീതുവിനോട്, ഭർത്താവ് ഇതിന് ഭയങ്കര സപ്പോർട്ടാണല്ലേ. അപ്പോൾ ഉടനെ ഗീതു, ആര് സപ്പോർട്ട്, ഭർത്താവൊന്നും സപ്പോർട്ടല്ല, ജസ്റ്റ് ആ ഒരു ഇതുണ്ടല്ലോ, ഇൻ്റർവ്യൂവറിൻ്റെ പെട്ടെന്ന് അങ്ങ് ടങ്ങായി പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതായത് പുള്ളി ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ടല്ല, ഹെൽപ്പ് ചെയ്യും. അപ്പം ഗീതു അത് ഭയങ്കര നൈസ് വേയിലാണ് പറഞ്ഞത്. ഇന്റർവ്യൂർ പക്ഷെ അത് ചിരിച്ചുകൊണ്ട് അത് ടാക്കിൾ ചെയ്തു. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഒരു വ്യക്തി അങ്ങനെ പറയണമെങ്കിൽ ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ പറയുന്ന ഒരേ ഒരു കാര്യം, നമുക്ക് ഹെൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി, നമ്മുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതത്തോടെ അല്ലാണ്ട് നമുക്കൊരു കാര്യങ്ങളും ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. ഇത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു വെച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനാണ് വളർന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നെയാണ് വളർത്തിയത്. കാരണം ഒരാളും ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ, എന്നാൽ ഗീതു ഇന്ന് രാവിലെ എണീക്ക്, നീ ഒരു വീഡിയോ ചെയ്യാൻ ആരും പറയാറില്ല, അല്ലെങ്കിൽ അപ്പനോ അമ്മയോ ഹസ്ബൻഡോ കുട്ടികളോ പോലും പറയാറില്ല. എനിക്കാണ് വളരേണ്ടത്. അതിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഗീതു വളരെ കറക്റ്റായിട്ട് പറഞ്ഞു, മക്കൾ വളർന്നു കഴിയുമ്പം നാളെ ചോദിക്കരുത്, അമ്മ എന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കരുത്. ഇതേ ഡയലോഗ് ഒരു നടി പറഞ്ഞിട്ടുണ്ട്, നവ്യ നായർ. അത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അന്ന് നവ്യയുടെ ഇൻ്റർവ്യൂകളിലൊക്കെ നവ്യ വേറൊരു തരത്തിലും, ഇന്ന് കുറേ കൂടെ ലൈഫ്, അതായത് അവനവനെ സ്നേഹിക്കുകയും അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എന്നെ സംബന്ധിച്ച് ഗീതുവിന് അങ്ങനെ കാണാനാണ് താല്പര്യം. ഈ ഒരു ജേർണിയിൽ ഇപ്പോൾ ഈ പറയുന്ന ആദ്യം ടിക്ടോക്ക് ആണെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വരുന്ന എല്ലാത്തിലും നമ്മളെടുത്തൊരു എഫേർട്ട് ഉണ്ട്, അത് പുറം ലോകം അറിയില്ല. അതെങ്ങനെയുണ്ടായിരുന്നു ആ ജേർണി? ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഫേസ്ബുക്കിൽ നിന്ന്. അന്ന് എനിക്ക് ആകെ ഒരു ഗീതു അശോക് എന്ന് പറഞ്ഞാൽ, ഇപ്പം റീച്ചിൽ നിൽക്കുന്ന ഗീതു അശോക് എന്ന് പറഞ്ഞ ഒരൊറ്റ ഐഡിയ ഉണ്ടായിരുന്നു. അതിലൊരു 100 നമ്മുടെ വീട്ടുകാരും കുടുംബക്കാരും തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ് മാത്രം ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രൊഫൈലായിരുന്നു. അതിൽ ഞാൻ ഡബ് സ്മാഷിൽ ചെയ്തിടുന്ന ചെറിയ വീഡിയോസ് മാത്രമാണ്. അതിൽ ഒരു റീച്ചോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ആ സമയത്ത് ആരെങ്കിലും കാണണമെന്നൊന്നുമില്ല. എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അല്ല ഗീതു, ആ ഇഷ്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം അതിനൊരു കറേജ് വേണം. കാരണം ആ 100 പേര് നമ്മുടെ കുടുംബക്കാരാണ്. നാട്ടുകാർ കണ്ടാലും പ്രശ്നമില്ല, കുടുംബക്കാർ കണ്ടിട്ട് നമ്മളെ ഈ മറ്റുള്ള നീ എന്ത് പാടി കാണിച്ചത്. ഓഫ്കോഴ്സ് ഇപ്പം ഞാൻ ഗീതു എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നതൊക്കെ എൻ്റെ അമ്മോട് ചോദിക്കും. അപ്പം ഇപ്പം അമ്മയൊക്കെ വേണ്ട, അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ചെയ്യട്ടെ, അവൾക്ക് എന്താണോ ഹാപ്പിനെസ് തരണത് അവളത് ചെയ്യട്ടെ. ഇപ്പം എൻ്റെ ഇപ്പം മൊത്തത്തിൽ ഇവരൊക്കെ ഒരു ഡിഫറൻറ്റ് ചിന്താഗതിയാണ്. ഇപ്പം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം പറയാം. ഒരു പരിപാടിക്കും പോയിക്കൊണ്ടിരുന്ന ആളാണ്, പോവാതിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ നാളെ തിരുവാതിരക്കളി മെഗാ തിരുവാതിരക്കളി പങ്കെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട്, നമ്മുടെ പാരൻസ് ഒക്കെ ആണെങ്കിലും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ നോക്കി ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഒരു പരിധി കഴിയുമ്പം ഇവർക്ക് ടയേർഡ് ആവുന്നുണ്ട് അല്ലേ. ഇപ്പം പുറത്തേക്കൊക്കെ വരുന്ന പാരൻസൊക്കെ ഇവരൊരു പരിധി കഴിയുമ്പം ഇവർക്ക് ടയേർഡാവും. കുഞ്ഞുങ്ങളാണെങ്കിലും പിന്നാലെ ഓടി നടക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തൊക്കെയാണെങ്കിലും. പിന്നെ ഇവർക്ക് കുറേ ആഗ്രഹങ്ങളും ഉണ്ട്. ഇവർക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ചില ആൾക്കാരൊക്കെ ഭയങ്കര ടാലൻ്റാണ്. എൻ്റെ അമ്മ നന്നായി ഡാൻസ് കളിക്കും. എന്നെ എൻ്റെ അനിയനെയും വളർത്തിക്കൊണ്ട് വരണവർ അത് ഒരു പരിപാടിക്കും പോയിട്ടില്ല. അത് ഫുള്ള് അതിൻ്റെ ജോലി, മോളെ പഠിപ്പിക്കണം, മോളുടെ കോളേജ് ഫീസും, അനിയനെ പഠിപ്പിക്കണം, അച്ഛനില്ലല്ലോ, ഇതന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മറിച്ച് ആൾക്കൊന്നും ഒറ്റയ്ക്ക് നിൽക്കുക, എൻ്റെ മോളൊക്കെ ഒന്ന് ആക്കിയപ്പോൾ ആൾ സ്വയം മുന്നോട്ട് വന്നു തുടങ്ങി. ഒന്ന് നന്നായി ഒരുങ്ങണം, ഒന്ന് നല്ല രീതിയിൽ പരിപാടിയിൽ പങ്കെടുക്കണം. ഞാനത് എൻ്റെ അമ്മയെ തന്നെ ഞാൻ കണ്ടുപിടിച്ചതാണ്. ലൈക്ക് വെൻ
ഐ സ്റ്റാർട്ടഡ് സീയിങ് എൻ്റെ അമ്മ ലിവിങ് ഫോർ ഹെർസെൽഫ്. എപ്പോ സ്വന്തമായിട്ട് ഒന്ന് റിലാക്സ് ആയപ്പോൾ. അപ്പോൾ ഇത്ര ടൈം എടുത്തു ഒരു നല്ല ഭംഗിയുള്ള സാരി ഉടുക്കാനും ഒക്കെ ഇതിന് ഇപ്പൊ ആള് ടൈം എടുത്തു അല്ലേ? അപ്പൊ ഞാൻ അതിൽ നിന്നാണ് കണ്ടു പഠിക്കണത് തന്നെ. സത്യം. ഞാൻ ഗീതു അത് പറയുമ്പോൾ 2010 എന്നായിരുന്നു അച്ഛൻ മരിച്ചത്? 2010. ആ, ഏകദേശം ഇപ്പോൾ ഒരു 16-17 വർഷം അല്ലേ? എനിക്ക് ഒറ്റ മിനിറ്റ് കരഞ്ഞല്ലോ ഞാൻ, പെട്ടെന്ന് കരയും. അങ്ങനെ അപ്പനമ്മ പാസം ഭയങ്കര തങ്കച്ചി പാസം എന്ന് പറഞ്ഞാൽ തമിഴ് പടത്തിലെ തങ്കച്ചി പാസം പോലെ. ഞാൻ ഭയങ്കര എന്താ പറയാ കടിച്ചു പിടിച്ച് നിൽക്കും, പക്ഷെ അവസാനം പൊട്ടും. പക്ഷെ ട്രൈ ചെയ്യും. ഗീതുവിന്റെ അച്ഛൻ മരിക്കുന്ന 2010. ഗീതു പറഞ്ഞ പോലെ അപ്പനില്ലാത്ത പിള്ളേരെ വളർത്തുക. ആ കാലത്ത് ഇപ്പം ഗീതുവിൻ്റെ സ്കൂൾ ഫീസ്, കോളേജ് ഫീസ് എല്ലാം അമ്മ പല വിധത്തിൽ കണ്ടെത്തിക്കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അവരിന് ശേഷം അവരൊരു നല്ല ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ നമുക്ക് അന്ന് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, പക്ഷെ എന്നാൽ ഇടാനുള്ളൊരു കോൺഫിഡൻ്റ് ഇല്ല അവർക്ക്. ഗീതു പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. ഒന്ന് ഒരുങ്ങാൻ കൊതിച്ചിട്ട് ഒരുങ്ങുന്ന സ്ത്രീകളെന്ന് പറയുന്നുണ്ടല്ലോ, അവരിത്രയും നാളും കണ്ണാടിയിലെ ആ ഇതില്ലേ എന്തോ പറയാ, അതിനകത്ത് അത് തുടച്ചിട്ട് അവരെ കാണുന്ന ഒരു സീനാണ്. അത് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗീതു പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് കണക്റ്റഡ് ആയത്. ഗീതു പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്നും കൂടെ ആയപ്പോഴാണ് നമ്മുടെ അമ്മമാരോട് നിങ്ങൾ അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയും കൂടെ നടക്കും എന്ന് പറഞ്ഞു. പേടിയായിരുന്നു സൊസൈറ്റിന്. പേടിയിനപ്പുറത്ത് മരിച്ചു പോയില്ലേ, അച്ഛൻ പോയില്ലേ, പിന്നെ മോള് മോൻ, പിന്നെ ഒന്ന് ഒരുങ്ങി നടക്കാനും ഒക്കത്തിനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ആൾക്ക്. മറ്റുള്ളവർ എന്ത് തിങ്ക് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഇപ്പൊ എൻ്റെ അമ്മ എൻ്റെ അനിയനൊക്കെ പറയും, വേറെ എന്തും പറഞ്ഞോ അവിടെ ഒരാൾ കാനഡയിൽ ഇരിപ്പുണ്ട്, എന്തെങ്കിലും എന്നെ എൻ്റെ അമ്മനെ പറഞ്ഞ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് പോരും. അവനിങ്ങനെ അവന് വേണമെങ്കിൽ മൂത്തത് ഒരാൾ ഞാനാണെന്ന് തന്നെ പറയാറില്ലേ, കാരണം അവൻ ഇച്ചിരി കൂടെ സൈലന്റ് ആണ് എൻ്റെ ബ്രദർ. ഇച്ചിരി വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, സിമ്പിൾ ആയിട്ടുള്ള ഒരു ആളാണ്. ഞാൻ പിന്നെയും കുറച്ചും കൂടെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ അവൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അമ്മ പേടിക്കണ്ട, ഒരാൾ അവിടെ ഉണ്ട്, ഒരാളും തൊടൂല, എന്തെങ്കിലും പറഞ്ഞ എവിടെ എത്തും. ആരെന്തെങ്കിലും പറഞ്ഞ ഞാനിങ്ങനെ പറയും, നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് തിങ്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയാൽ അവിടെ നമുക്ക് വളരാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ, ഇപ്പം ഞാൻ ആ ഷോർട്ട് വലിയ തല വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ നോക്കിയപ്പം പൊക്കം കുറഞ്ഞ ആൾക്കാരെ ബോഡി ഷേമിങ് ചെയ്തിട്ടാണ് ഇടണേ എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയല്ല, എൻ്റെ ഫേസ് എക്സ്പ്രഷൻസ്, എൻ്റെ ഫേസ് എക്സ്പ്രഷൻസ് ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന നാട്ടുകാർ എല്ലാവരും കാണണം. അതും ഫണ്ണി ആയിട്ട് എല്ലാം നെഗറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് തന്നെയേ നേരെ ഉണ്ടാവുള്ളൂ. ബട്ട് ലൈക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുക, ആ ഫേസ് എക്സ്പ്രഷൻസ് വരുമ്പോൾ അത് കോമഡി ആയിട്ടാണ് കാണുന്നതെങ്കിൽ അത് അങ്ങനെ കണ്ടാൽ മതി. അതിലെവിടെയാണ് ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുന്നത്? ഞാൻ ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണ്, എനിക്ക് 4'11" ഉള്ളൂ ഹൈറ്റ്. എന്നെ പണ്ട് ഒത്തിരി പേര് ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ട്. കുരുട്ട് പോലെ ഇരിക്കണു, തടിയില്ലാത്ത കാരണം കൊണ്ടൊക്കെ. എനിക്ക് പല ഫിലിമിലും ഞാൻ ഇൻ്റർവ്യൂവിലും ഓഡീഷനൊക്കെ പോയിരുന്നപ്പോഴും പണ്ടൊക്കെ പോയിരുന്ന സമയത്ത് കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞു, സൈസ് ഇല്ല എന്ന് പറഞ്ഞു. സൈസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഇല്ല എന്ന് പറഞ്ഞു. അതായത് ഒരു പെൺകുട്ടിക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരു നായികയ്ക്ക് വേണ്ട സ്ട്രക്ചർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ പണ്ട് കുറേ ഓഡീഷൻ നടന്നതാണ്. എത്രത്തോളം ബോഡി ഷേമിങ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ലുക്കായി എന്നല്ല പറയണത്, അങ്ങനെയല്ല പറയണത്. ഇപ്പോൾ അതിനൊന്നും ഒരു കഴമ്പുമില്ല എന്ന് പറയാനുള്ള സ്റ്റേറ്റിലേക്ക് ഞാൻ എത്തി. അത്രേ ഉള്ളൂ. നിങ്ങൾ ആരും ഇഷ്ടപ്പെടുന്ന എനിക്ക് യാതൊരു നിർബന്ധമില്ല. എന്നെ ഞാൻ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ എൻ്റെ ക്യാമറമാനോട് ഇങ്ങനെ പറഞ്ഞേ, ഇയാളെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അപ്പം ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ അവൻ ചോദിച്ചു, ഇതെങ്ങനെ ഈ കുഞ്ഞിതാവുന്നത്? അതാണ് ഞങ്ങൾക്ക് ഒരു ഡൗട്ടാണ്. ഇപ്പം എല്ലാവരും പല രീതിയിലും പല വീഡിയോ ഇടും. ഇപ്പം ഗീതു പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വരാനാണ് ക്യാമറയ്ക്ക് വേണ്ടി. അതിന് തന്നെയാണ് ഫിൽറ്റർ പല വിധത്തിൽ ഉപയോഗിക്കുന്നത്. ആ ഫിൽറ്റർ പോരാഞ്ഞിട്ട് പിന്നെ അതിനെ ഭയങ്കര രീതിയിൽ മോഡിഫൈ ചെയ്യും. അവിടെയാണ് ഭയങ്കര കോമിക്കായിട്ട് മുടിയൊക്കെ ഇങ്ങനെ വെച്ച് കവളയിലൊക്കെ കുത്തി കോമിക്കാണ്, പക്ഷെ നമുക്ക് കൊഞ്ചിക്കാൻ തോന്നുന്ന തരത്തിലൊരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അതെങ്ങനെയായിരുന്നു? അത് നമ്മുടെ ടിക്ടോക്കിലുള്ള ഒരു ഫിൽറ്ററാണ്. അപ്പൊ ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞപ്പോ കുറച്ച് നമ്മൾ പൂരത്തിനൊക്കെ പോകുമ്പോ ഒരു ബലൂൺ കണ്ടിട്ടില്ലേ, വലിയ തല, പിന്നെ ശരീരം ഇടല്, അത് ഞാൻ എവിടെയോ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് നോക്കിയോ ഇതിങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് നോക്കിയാൽ ടിക്ടോക്കിൽ തപ്പി നോക്കിയാൽ വലിയ തലയാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുതിയ ദിശ. ഓൾറെഡി എനിക്ക് അങ്ങനെ ഒത്തിരി വലിയ കണ്ടന്റ് ഉണ്ടാകാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. എന്തെങ്കിലും കോമഡി പണ്ടുള്ളവർ ചെയ്തു വെച്ചത് എൻ്റെ വേർഷൻ ഓഫ് രീതിയിൽ ചെയ്യാൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ.
അങ്ങനെ ഞാൻ കണ്ടതാണ് അത്. അപ്പോൾ അതിൽ ഞാൻ ഫിൽറ്റർ ഇടാറുണ്ട്. നമുക്ക് പിന്നെ ഫിൽറ്റർ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാക്കി വേണ്ടിയിട്ടാണ്? ബിരിയാണിയിൽ കിസ്മിസ് അങ്ങനെ അണ്ടിപ്പരിപ്പായിട്ട് ഇടാൻ വേണ്ടിയിട്ടോ ഇടാൻ വേണ്ടിയിട്ടോ? അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഫിൽറ്റർ ഇടുന്നതുകൊണ്ടൊന്നും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ ഫിൽറ്റർ ഇട്ട് ചെയ്യും, ചിലർ ഫിൽറ്റർ ഇടാതെ ചെയ്യും. ഞാൻ ചില സമയത്ത് ഫിൽറ്റർ ഇടാറുണ്ട്. ഞാൻ വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഫിൽറ്റർ ഇടാറില്ല. എനിക്ക് എൻ്റെ മുഖത്തെ എല്ലാ ഇതുകളും കാണണം. കുറച്ച് റൊമാൻറ്റിക് ആവണമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഫിൽറ്ററും ലിപ്സ്റ്റിക്കും ഒക്കെ ഉള്ളത് ഇടും. കാരണം എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വലുതായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ആ ഫിൽറ്ററിൽ തന്നെ ഉണ്ടാവും മേക്കപ്പ്. പിന്നെ ഞാൻ ഒരു മേക്കപ്പ് ചെയ്ത് എൻ്റെ എഫക്റ്റ് ഇപ്പം തീർന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഓരോ നമ്മളുണ്ടല്ലോ, ചോയ്സസ് അവരുടെ രീതിക്ക് അങ്ങോട്ട് വരും. ഇറ്റ്സ് ദെയർ ചോയ്സ്. ഏത് ചെയ്യണം ഏത് ചെയ്യണ്ട എന്നുള്ളത് ഇറ്റ്സ് ദെയർ ചോയ്സ്. ബട്ട് ഒന്ന് റൈറ്റ് ആയിട്ട് ചെയ്യാം. നമ്മൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ, ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് അതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ചെയ്യാൻ നോക്കിയാൽ അത് കുറച്ചും കൂടെ ബെറ്റർ. ഇപ്പം എനിക്ക് ആ കുഞ്ഞു ഫേസ് ഇട്ടോട് ചെയ്യുന്ന ആൾക്കാരെ ബോഡി ഷേമിങ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഹേർട്ടായി. പിന്നെ തീർച്ചയായും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ കുറേ അനുഭവിച്ചതാ. അപ്പം അത് മറ്റുള്ളവർ, ബട്ട് പിന്നീട് ഞാൻ നോക്കിയപ്പോൾ 1-2 ഉള്ളൂ. സോ 90% ആൾക്കാർ അതൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ദേ ആർ എൻജോയിങ് ഇറ്റ്. ഒത്തിരി പേര് പറയുന്നുണ്ട്, എന്നാൽ അമ്മച്ചിയുടെ ആ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ഇന്നത്തെ ദിവസം കളറായി എന്നൊക്കെ പറയും. ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് എനിക്ക് ശരിയായിരുന്നില്ലല്ലോ, എന്തിട്ട് തേങ്ങ കുറച്ച് ദിവസം കഴിഞ്ഞ് കണ്ടു നോക്കി, എനിക്ക് തന്നെ ഇതേ എന്ത് തേങ്ങയാണ് ഞാൻ കാണിച്ചു വെച്ചിരിക്കണെന്ന് എനിക്ക് തന്നെ തോന്നും. ബട്ട് ദർ ആർ അതർ പീപ്പിൾ ഹു ലവ്സ് ദാറ്റ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ അവർക്ക് ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഒരു ഡാൻസ് കളിക്കാനോ ഒരു പാട്ട് പാടാനോ, ഇപ്പം 4 ആൾ കൂടുന്നിടത്ത് പാട്ട് പാടാൻ പറഞ്ഞാൽ സിമ്പിൾ, ഞാൻ പോയി പാടും. അതാരും റെക്കോർഡ് ചെയ്താൽ എനിക്ക് ടെൻഷനാണ്. കാരണം എനിക്ക് പേടിയാണ്, ഭയങ്കര പേടിയാണ്. നമ്മളിത് ഭയങ്കര ഫോക്കസ്ഡ് ആണ്, ഇത് 4 ആളെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അഭിനയിക്കുക, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക. ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിരുന്നു, ഡയലോഗുകൾ എഴുതി വെച്ചിട്ട് അത് പഠിച്ച് എനിക്കത്ര എഫേർട്ട് എടുക്കാൻ വയ്യ. എനിക്കത്ര എഫേർട്ട് ഞാൻ എടുക്കത്തില്ല, കാരണം എനിക്കെല്ലാം കുറുക്കു വഴിയാണ്. സാമ്പാർ കഷ്ണം വേവിക്കുക, പൊടിയിടുക, സാമ്പാർ. എനിക്ക് കുക്കിനോട് ഇതൊക്കെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഫേർട്ട് ഇടുള്ളൂ. ഇപ്പം ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ശരണ്യ എന്നെ കുറിച്ച് പഠിക്കുന്ന ഒരു എഫേർട്ട് ഇടുന്നില്ലേ, അത് ശരണ്യയുടെ ഇഷ്ടമുള്ള കാര്യം. കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. ഞാൻ എല്ലാ കഷ്ണം കൂടെ ഒരുമിച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാം. അതിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ ഞാൻ അമ്മോട് എല്ലാം ഇട്ട് കഴിഞ്ഞ് ഉണ്ടാക്കി. പക്ഷെ കുറച്ച് എനിക്ക് ഭക്ഷണം കഴിച്ചാൽ മതി. അതിന് പിന്നെ എനിക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം വേണമെങ്കിൽ ഞാൻ ഹോട്ടലിൽ പോയിട്ട് ചേട്ടനുമായി സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ എന്നെ മടുത്തു. അതുകൊണ്ട് ഞാൻ പോയി ഞങ്ങളെല്ലാം കൂടെ പുറത്ത് പോയി എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കും. എനിക്ക് എൻ്റെ അമ്മയുടെ ഫുഡാണ് ഇഷ്ടം, എൻ്റെ ചേട്ടൻ്റെ അമ്മയുടെ ഫുഡാണ് ഇഷ്ടം. എൻ്റെ ഫുഡ് എനിക്ക് ഇഷ്ടമില്ല, എന്താണെന്ന് പറഞ്ഞു, എൻ്റെ മക്കൾക്കും ഇഷ്ടമല്ല, എൻ്റെ കെട്ടുപോലും ഇഷ്ടം. ഞാൻ പറയുന്നത് ഇത് എനിക്കിതറിയുള്ളൂ എന്ന് പറയും. പക്ഷെ വീട് ക്ലീൻ ആക്കാൻ പറഞ്ഞപ്പോൾ സൂപ്പറായിട്ട് ചെയ്ത എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ നമ്മൾ എഫേർട്ട് ഇടുക. അതിൽ ഇപ്പം വീഡിയോ ചെയ്യാൻ എനിക്കിഷ്ടമാണ്, ഞാൻ എഫേർട്ട് ഇട്ടു. ഇപ്പം ഡയലോഗിൽ സിങ്ക് വരുമ്പോഴല്ലേ ഭംഗി. അതെ ഡയലോഗിൽ സിങ്ക് വരുമ്പോൾ അല്ല, ഈ വില്യം വേഷം ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഡയലോഗ് പറയുമ്പോൾ ഇത്രയും ഫേസ് ആണ്, അത് എക്സ്പ്രഷൻ കാണാൻ ഭയങ്കര ക്ലോസ് റേഞ്ചിലാണ്. അത് ഭയങ്കര രസമാണ്. ഭയങ്കര, അതായത് നമ്മൾ ലിപ്സിങ്ക് ഒന്നും എല്ലാവർക്കും ഒന്നും കിട്ടുന്ന കാര്യമല്ല. അത് നമ്മൾ അത് പറയണം, അതിൻ്റെ ഒപ്പത്തിന്. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോലും എനിക്ക് പറ്റണില്ല, ഒരു 3. അപ്പം എനിക്ക് ഓവർ കോൺഫിഡൻറ്റും ഉണ്ട്, ഇതൊക്കെ നമുക്ക് കാണാപ്പാടല്ലേ. പക്ഷെ പറഞ്ഞു വരുമ്പോഴാണ് പറയുന്നത് എത്ര എഫർട്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇപ്പോൾ റീൽസ് ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഒരുങ്ങി ഓരോന്നൊക്കെ എടുക്കുന്ന കാണുമ്പോൾ എൻ്റെ പൊന്നെ എങ്ങനെ ഇവരിതൊക്കെ ചെയ്യുന്നു. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ട അവരെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യണം. നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പോഴത്തെ പിള്ളേരെ നോക്കുക, അവർ ഓരോ കാര്യങ്ങളും ചെയ്ത് ദേ ആർ ജസ്റ്റ് ബിൽഡിങ് ദംസെൽസ്, ദേ ആർ ഗ്രോയിങ്. ഞാൻ എൻ്റെ ഓരോ നിമിഷം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ ഐ എം ഗ്രോയിങ്, ഇനിയും ഞാൻ ഗ്രോ ചെയ്യും. അത് ഇവിടെ ഓരോരുത്തരും അത് തന്നെയാണ് ചെയ്യണത്. അതിനിടയിൽ നമുക്ക് ഈ നെഗറ്റീവ്സ് ഒക്കെ വരും. അവരങ്ങനെ കിടന്ന് ഇങ്ങനെ നെഗറ്റീവ്സും പറഞ്ഞ് അവിടെ ഇരിക്കും. പക്ഷെ നമ്മൾ അതുമ്പോൾ ചവിട്ടുപടിയായിട്ട് നമ്മൾ കയറണം. ഈ നെഗറ്റീവ് ഇപ്പം പലരും പറയാറുണ്ട്, വീഡിയോ നെഗറ്റീവ് വന്നാലേ ഓടത്തുള്ളൂ. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ആളുകളെ, അതായത് ഈ വീഡിയോ പലരിലേക്കും പെട്ടെന്ന് എല്ലാം നെഗറ്റീവ്. ഇപ്പം ഞാൻ ലാസ്റ്റ് എടുത്ത ഒരു ആളുകളുടെ പാലക്കാടുള്ള, അവരെ ആളുകൾ ചീത്ത വിളിച്ചുകൊണ്ടാണ് അവർ വൈറലായതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇല്ലെങ്കിൽ നമ്മൾ എടുക്കൂലല്ലോ. പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂവിൽ കുറേ പോസിറ്റീവ് വന്നു, പക്ഷെ എന്നിട്ടും അത് ഓടി. അതായത് രണ്ടിനും വ്യത്യാസമാണ്. ആളുകൾ എത്രത്തോളം കാണുന്നു എന്നുള്ളതാണ്. നെഗറ്റീവിന് ഇപ്പോൾ കമൻറ്റ് കൊടുക്കാറുണ്ടെന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ വീഡിയോ റിയാക്ഷൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നെഗറ്റീവ് ഇപ്പോൾ ഒരു 100 എണ്ണത്തിൽ ഒരു 10 എണ്ണം ആയിരിക്കൂലേ. അപ്പോൾ ഈ നെഗറ്റീവ് വായിക്കാറുണ്ടോ, അതോ ഇത് കൊടുത്തേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇതോടുകൂടി നിർത്തണം എന്നുള്ള രീതിയിലാണോ? നോക്കും.
ഞാൻ എല്ലാ കമന്റ്സും നോക്കും. പക്ഷെ റിപ്ലൈ കൊടുക്കുന്നതിനോട് ഒരു പരിധി ഉണ്ട് എനിക്ക്. കാരണം ഞാൻ ജോലിയുണ്ട്, വീട്ടിലെ കാര്യം നോക്കണം. അപ്പോൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പുതിയതായിട്ടിട്ട വീഡിയോസൊക്കെ നോക്കും. പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ എനിക്ക് നെഗറ്റീവ് വളരെ കുറവാണ്. ഇനി നെഗറ്റീവ് കമൻറ്റ്സ് കൂടുതലും വരണത് ഇപ്പോൾ ഫേസ്ബുക്കിലാണ്. അത് ആണുങ്ങളുടെ വീഡിയോ ഓഡിയോ എടുത്ത് ചെയ്യുമ്പം അത് ചിലർക്കൊന്നും പിടിക്കത്തില്ല. ഒരു 90% വെറും 2%, ഒരു 100 അത്രേ ഉള്ളൂ, അധികമൊന്നും. പക്ഷെ ഞാൻ നോക്കും. എന്നിട്ട് ഈ ആൾ സെയിം തന്നെ 2-3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. കാരണം ഞാൻ കമൻസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ചില റിപ്ലൈ ചെയ്യാൻ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ എൻ്റെ പരിമിതികളുണ്ട് എനിക്ക്. പക്ഷേ ഇയാൾ കണ്ടിന്യൂസ്ലി പറയുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. കാരണം അവന് ആദ്യം നമ്മൾ വിട്ടു പോട്ടെ, സാരില്ല, തല്ലിക്കൊട് ചൊല്ലിക്കൊട് അതെന്താണ്. അപ്പോൾ ഒന്ന് പറയണം. കാരണം എനിക്ക് ഇപ്പം കമന്റിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഹി സ്റ്റിൽ ഡൂയിങ് ദ സെയിം തിങ്. ചിലപ്പം മോശമായിട്ട് ഇന്ന് തന്നെ ഞാൻ ആളുടെ പേര് പറയുന്നില്ല. ആളുടെ ഓൾറെഡി ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തു. അപ്പൊ അതിന്റെ വേറൊരു വീഡിയോന്റെ കമന്റ് അവളോടത്തൊന്നും പറയാൻ പറ്റത്തില്ല പൂ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഹി സ്റ്റിൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. എന്ത് വീഡിയോ ആണ്, എന്താണ് ചെയ്യണതെന്ന് ഒന്നും നോക്കുന്നില്ല, വെറുതെ എന്തെങ്കിലും പറയണം. അപ്പോൾ നമ്മളെ മോശമായിട്ട് തെറി പിടിക്കുന്ന അല്ലെങ്കിൽ എന്നെ അത്രയ്ക്ക് ഹേർട്ട് ചെയ്യുന്ന കമൻറ്റേ ഞാൻ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നല്ലോണം എഫേർട്ട് ഇട്ട് ചെയ്യുന്നൊരു വീഡിയോ എന്ന് ആലോചിച്ച് നോക്കും. അപ്പം ആ എഫേർട്ടിനെ അല്ലെങ്കിൽ ഒന്നിനും ഒരു വാല്യൂ ചെയ്യാണ്ട് നിന്നെക്കൊണ്ടൊന്നും നടക്കൂലടി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതൊന്നും കൂടി എടുത്ത് റിയാക്ട് ചെയ്യും. സോ ദേ ജസ്റ്റ് നീഡ് ടു നോ, അല്ലേ, അവർക്കത് മനസ്സിലാക്കണം. പക്ഷേ ഇപ്പം ഞാൻ വായ കൊണ്ട് പറയുന്നതിനേക്കാളും ഭേദം റിയാക്ഷൻ വീഡിയോസ് ആകുമ്പോൾ അവരത് ആ ഒരു അത്രയും ഇതിൽ എടുക്കത്തില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യണം. ഐ ഡോണ്ട് നോ അബൌട്ട് അതർ പേഴ്സൺസ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഞാൻ എന്താണ്, എനിക്കൊരു റിയാക്ഷനാണ്, എൻ്റെ റിയാക്ഷൻ വേ ഓഫ് ഈ നെഗറ്റീവ് കമൻസിനോടുള്ള എൻ്റെ വേ ഓഫ് അപ്രോച്ചാണ് അത്. അതായത് നെഗറ്റീവ് കമൻസ് ഇടുമ്പം മോശമായിട്ടുള്ളൊരു കമൻ്റ് ആണെങ്കിൽ എടുക്കുക, ഇതിങ്ങനെ ചെയ്യരുതെന്ന് പറയാം. എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റും, ഇരുന്ന് നിങ്ങൾ ചെയ്യരുത്. നെഗറ്റീവ് കമൻസ് വരും, കൂടുതലും അവോയ്ഡ് ചെയ്ത് കളയും. മോശം കമന്റ് എങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വിടും. അതിനല്ലേ നമുക്ക് മ്യൂട്ട്, ബ്ലോക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നിട്ടുണ്ട്. കാണണ്ട, നീ വീഡിയോ കാണണ്ട. എന്നെ ഇഷ്ടപ്പെടുന്ന 10 പേരുണ്ടെങ്കിൽ 10 പേര് കണ്ടാൽ മതി. അവർ തരുന്ന ഒരു ഇത്തിരി പ്രോത്സാഹനം മതി ഞാൻ കയറി പോവാൻ. നമ്മൾ ആദ്യം ചോദിച്ച പോലെ തന്നെ ഫാമിലി, എനിക്ക് ഇത് ഭയങ്കര നാട്ടിൻപുറത്തെ പെൺകുട്ടിയാണ്. ഗീതുവിൻ്റെ ഒരു വീഡിയോയിലും നോർമലായിട്ടുള്ള, അതായത് വീഡിയോ അല്ല, നിങ്ങളുടെ ഫോട്ടോസ് ആണെങ്കിലും ഇപ്പോൾ പോലും കേളി ഹെയർ, അതായത് ആ ഹെയർ അങ്ങനെ തന്നെ മുടി ഇങ്ങോട്ടൊക്കെ ഇട്ട്, ഇതൊക്കെ പണ്ട് കാലത്തെ സ്റ്റൈലാണ്, 90s കിഡ്സിന്റെ സ്റ്റൈലാണ്. ഇത് നോക്കണ്ട, ഇത് കൊളാബാണ്. ഇപ്പൊ കാനഡയിലാണ്, കാനഡയിൽ ഒന്ന് പോവുക, ഇവിടെ നിന്ന് തന്നെ നമ്മുടെയൊക്കെ ഒരു വിചാരം കാനഡയിൽ പോവുക, കാനഡയിൽ സെറ്റിൽഡ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മാറി, നാട്ടിൻപുറം മറന്നു. എന്ന് വെച്ചാൽ നാട്ടിൻപുറം മറക്കുന്നത് നല്ലതാണെന്നോ മറക്കാതിരിക്കണമെന്നോ അങ്ങനെയൊന്നൊന്നുമില്ല. പണ്ട് എന്നോടൊരു സാറ് പറഞ്ഞൊരു ഓർമ്മയുണ്ട്, എല്ലാ കുട്ടികളും വിദേശത്തേക്ക് പഠിക്കാൻ പോവുക, ആല് കുളമൊക്കെ മിസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ്, നിങ്ങളുടെ നൂറ്റാണ്ടിൽ നിങ്ങൾ ആലും കുളവും നോക്കിക്കോളൂ, ഞങ്ങളുടെ നൂറ്റാണ്ടിൽ പൈസ വേണം, ജീവിക്കണം. അതിന് നമ്മൾ ആ സാഹചര്യം, ഇപ്പം കാനഡയിലാണ്, കാനഡയിലെ സിറ്റുവേഷനിൽ പോയി ജീവിക്കണം. അല്ലാണ്ട് അവിടെ പോയിട്ട് ഈ കഴിഞ്ഞിടെ ആരോ ഒരാൾ എവിടെയോ പോയിട്ട് സാരിയൊക്കെ ചുറ്റി എതിരെയോ പോയി എന്നുള്ളൊരിതുണ്ട്. അതായത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചേരയത്തിൻ്റെ നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം നിന്ന് ശീലിക്കണം. ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഗീതുവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ പോലും ഒരു കുഞ്ഞു കമ്മലൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത്. അത് ഈ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണോ, അതോ ഞാനിങ്ങനെയാണോ? ഓക്കെ ഫൈൻ, അതിൽ ഞാനിങ്ങനെയാണ്. ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിൽ കൂടി എന്നാൽ നിനക്ക് ഇത്തിരി കൂടെയൊക്കെ ഒരു ഇവിടുത്തെ ലുക്കിൽ നടന്നു പറയാറുണ്ട്. അതെങ്ങനെയാണ് ഗീതു? എനിക്ക് ഇവിടുത്തെ കൾച്ചർ ഇഷ്ടം, എൻ്റെ നാട്ടിലെ കൾച്ചറാണ് എനിക്കിഷ്ടം. എൻ്റെ കൾച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ വളർന്നു വന്ന അങ്ങനെ, ഞാൻ അടിച്ചിരി മേലൂർ പൂലാനി കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരു നാട്ടും പുറത്തുനിന്ന് വന്ന ഒരു ആളാണ്. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് എടുത്ത് കാനഡയ്ക്കാണ്. സാരി ഉടുക്കാനും ധാവണി ഉടുക്കാനും പട്ടുപാവാട ഇടാനും ഇഷ്ടപ്പെട്ട് നടന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം വന്നിട്ടുണ്ടാവും, പക്ഷെ എനിക്കിഷ്ടം ഇതാണ്, ഈ ഒരു ഇവിടുത്തെ കൾച്ചർ. നമ്മുടെ നാട്ടിലെ കൾച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി ഫാമിലി ആയിട്ട് കൊണ്ടുവരുന്നത്, റെസ്പെക്ട് ചെയ്യണത്, അമ്പലം, രാവിലെ നേരത്തെ എണീക്കുക. പക്ഷെ ഞാൻ എണീക്കൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇവിടുത്തെ കൾച്ചർ ഇഷ്ടമാണ്. അവിടുത്തെ കൾച്ചറിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് എനിക്ക്. എൻ്റെ മക്കളൊക്കെ അവിടുത്തെ കൾച്ചർ, എൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ കൾച്ചറാണ്, എൻ്റെ മോൾ അവിടുത്തെ കൾച്ചറാണ്, എൻ്റെ മക്കളാണ്. പക്ഷെ അവർക്കും ഇവിടുത്തെ ഞാൻ ചെയ്യുന്ന കാരണം കൊണ്ട്, ഞാൻ ഈ കാര്യങ്ങളാണ് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാരണം കൊണ്ട് അവരതൊക്കെ ശീലിക്കുന്നുണ്ട്. ബട്ട് അവർക്കതാണ് ഇഷ്ടം, എനിക്കിതാണ് ഇഷ്ടം. കാരണം ഞാൻ നാട്ടിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ നാട്ടിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നാട്ടിൽ പൂരം കാണാനും ഉത്സവം കാണാനും എന്താണ് ഓരോ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്തുപ്പുറത്തെ വീട്ടിൽ പോയി ചേച്ചിമാരുടെ അടുത്ത് സംസാരിച്ചിരിക്കാനും അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണ നാട്ടിൻപുറത്തെ കൊച്ചാണ് ഞാൻ. പക്ഷെ എൻ്റെ ചിന്താഗതികളിൽ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒരു എന്താ പറയുക
സ്ത്രീകളൊക്കെ വീട്ടിലടങ്ങി കുതിങ്ങി ഇരിക്കണോ അങ്ങനെയൊക്കെ ഉള്ള ചിന്ത അതൊക്കെ മാറി. എൻ്റെ വേഷങ്ങളിൽ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ മോൾ ഇപ്പോൾ അവളിപ്പോൾ കുഞ്ഞ ടോപ്പും പൊക്കിളും കാണിച്ചിട്ടൊക്കെ ഉള്ള ഡ്രസ്സ് ഇട്ടിട്ട് നടക്കാം. ഞാൻ പറയും നമ്മുടെ കുടുംബപരമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, അതൊക്കെ അനുവദിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് അവളാണ് പറഞ്ഞ് അവളെന്റെ മോത്താക്കി പറയും. എന്റെ ചെറുത് ഇപ്പൊ എന്റെ മോനില്ലേ, അവന്റെ മോത്തേക്ക് അമ്മയുടെ പൊന്നേന്നവരായിരിക്കും യു കാൻ ഹിറ്റ് മീ മോ. അപ്പൊ അവരുടെ രീതിക്ക് അനുസരിച്ചാണ് വളരുന്നത്. ഞാൻ എനിക്കിഷ്ടമുള്ള ഞാൻ വളർന്നു വന്ന ഞാനൊരു 20 എത്ര വയസ്സിലാണ് ഞാൻ പോയത്, 23 ആ സമയത്തൊക്കെ അല്ലേ ഞാൻ പോയത്. ആ സമയത്തുള്ള എനിക്ക് എൻ്റെ ബ്ലഡിലും ഒക്കെ അതാണ് ഓടണത്. ഒരു പരിധി വരെ എനിക്കതൊക്കെ മാറ്റാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഡ്രസ്സ് അവിടെ ചെല്ലുമ്പോൾ ഞാൻ മാറിയേ പറ്റുള്ളൂ. ബാങ്കിൽ ജോലിക്ക് പോകുമ്പോൾ സ്യൂട്ടും കൂട്ടിട്ട് തന്നെ പോകണം. വീട്ടിൽ വരുമ്പോൾ എനിക്ക് നൈറ്റ് ഇട്ട് കിടക്കാനും ഒരു വീഡിയോ ചെയ്യുമ്പോൾ നാട്ടിൻപുറം ഞാനാണെങ്കിൽ 90s ആണ്, ഉള്ളിൽ നിന്ന് പോണ്ടേ, ഇതിന്റെ ഉള്ളിൽ നിന്ന് പോണ്ടേ. പിന്നെ ഞങ്ങൾക്ക് പിന്നെ പറയണ പോലെ തന്നെ ഞങ്ങൾക്ക് പരിഭവങ്ങളില്ല. 90s കിഡ്സിന് പരിഭവങ്ങളില്ല. ഞങ്ങൾ ജീവിച്ചിങ്ങനെയൊക്കെ പൊക്കോളാം, ഞങ്ങൾക്കൊന്നും വേണ്ട, എല്ലാം കൊണ്ട് ഹാപ്പിനെസ്. ഞങ്ങൾക്ക് ആരുടെ ഹാപ്പി. ഇനി ഞങ്ങൾ തള്ളവായ്പും തന്തവയും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പൊക്കോളാം. ഒരുപാട് പേര് ഇവിടുന്ന് PR എടുത്ത് കാനഡയിൽ ഇപ്പൊ ഭയങ്കര ഒഴുക്കാണ്. കാനഡയിൽ പോക്ക് ഭയങ്കര ഒഴുക്കാണ്. ഒഴുക്കായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എല്ലാവരും PR എടുത്ത് സെറ്റിൽഡ് ആവണം, അവിടെ ചെന്നാൽ സെറ്റിൽഡ് ആവണം, പിന്നെ നമ്മൾക്ക് ഇതൊന്നും വേണ്ട എന്നുള്ളതാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പേര് സ്ട്രഗിളിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പം ഗീതുവും ഈ പറഞ്ഞ പോലെ ജോലി പലത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചെയ്യാൻ മടിക്കുന്ന പല ജോലികൾ ഇവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് കിട്ടാത്തതാണ്. ഏത് ജോലിക്കും റെസ്പെക്റ്റ് ഇല്ലാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ചെല്ലുമ്പോൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം കാനഡയെ സർവൈവ് ചെയ്യാൻ പാടാണെന്ന് പല ഇൻ്റർവ്യൂവിലും പറയുന്നത് കേട്ട്. അതെന്തായിരിക്കും? നമ്മളിപ്പം ഞാൻ കാനഡയിൽ പോയിട്ടില്ലല്ലോ, എന്താണ് അങ്ങനെ? കാരണം നിങ്ങൾക്ക് ഇപ്പം സാമ്പത്തികപരമായിട്ടുള്ളത്, ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം കാനഡയിൽ പോകാന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം എനിക്ക് ആ കാനഡ വരെ എത്താനുള്ള സാമ്പത്തികമില്ല. ആ പൈസ ഇവിടെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ അതൊരു തോട്ടാണ്. ആ പൈസ മാത്രം വെച്ച് നമ്മൾ എങ്ങനെ ജീവിക്കും? അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയാണ് നമ്മൾ അവിടെ ചെന്നിട്ട് പലരും പറയുന്നത് നിരുത്സാഹപ്പെടുത്തുന്നത് അങ്ങനെയാണ്. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും പറയാം ഇരട്ടി ചെലവാ എന്ന് പറയും. എങ്ങനെയാണ് സർവൈവ്? എങ്ങനെയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് വന്നില്ലേ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു. പണ്ട് അത്ര ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊക്കെ പോയ സമയത്ത് കുറേശ്ശെ വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാനഡ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇമിഗ്രേഷനിലാണ്. ഇമിഗ്രേഷനിൽ വരുന്ന കാശും അതൊക്കെ വെച്ചിട്ടാണ് കാനഡ കൂടുതലും വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറച്ചു. കാരണം അവർക്ക് ആവശ്യമില്ല. കാരണം പകുതി പേരും ജോലി ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. പിന്നെ ഞങ്ങളൊക്കെ പിന്നെ ഏതൊരു രാജ്യത്ത് പോയാലും സ്ക്രാച്ചസിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. ഇവിടെ സ്ക്രാച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് കാര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. ഇപ്പം ഇവിടെ ആകുമ്പോൾ നമ്മുടെ പാരൻസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കുടുംബമുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫുഡ് തരാൻ വേണ്ടിയിട്ടെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ ചെല്ലുകയാണ്. ഇനി ഫുഡ് തുടങ്ങി ബേസിക് നെസസിറ്റീസിന് പോലും നമ്മളൊരു കാര്യം കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ സ്ക്രാച്ചസിൽ നിന്ന് തന്നെയാണ് താഴ്ന്ന ലെവലിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ ജോലി ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ചിലപ്പോൾ പഠിച്ച ജോലിയൊന്നല്ല ചെയ്യുക എല്ലാവരും. പക്ഷെ അപ്പം എന്തുണ്ടാവണം? ഏത് ജോലി ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവണം. പിന്നെ പഠിച്ച ജോലിയിലേക്ക് പതുക്കെ നമുക്ക് കയറാം. ഇന്ന ജോലി ചെയ്യുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വെച്ച് പോയി പിന്നെ അവിടെ ആരും അങ്ങനെ ഇല്ല. എങ്ങനെ പോയാലും പിടിച്ച് കയറി വരണമെന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, 20 ലക്ഷം മുടക്കി നീ കാനഡയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കാശുണ്ടെങ്കിൽ ഇവിടെ, ആ കാശുണ്ടെങ്കിൽ എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റുക? ഇതൊരു ഹോസ്പിറ്റൽ ബില്ല് തന്നെ 10,000 കുറവുണ്ടോ? ഒരു സിസേറിയൻ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എനിക്കറിയത്തില്ല. ഞാൻ പ്രസവിച്ച സമയത്ത് ഇവിടെ ഇരിഞ്ഞാലക്കുട ഹോസ്പിറ്റലിൽ പ്രസവിച്ച സമയത്ത് സിസേറിയന് 10,000 രൂപ പറഞ്ഞത്. നോർമൽ ഡെലിവറിക്ക് അതും കുറവ്. അന്ന് 2013 എൻ്റെ മോളെ പ്രസവിച്ച സമയത്ത്. ഇന്നിപ്പോൾ മെഡിക്കൽ ബില്ലിന് പോലും ഒരു ഓട്ടോയ്ക്ക് പോലും ചെറിയൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 50 രൂപയല്ലേ? ഇപ്പോൾ ഈ 20 ലക്ഷം രൂപ ഞാൻ ഡെപ്പോസിറ്റ് ഇട്ടു എന്ന് വിചാരിക്കും. എത്ര കാലം ഞാൻ ജീവിക്കേണ്ട ഒരു ജോലി ഇല്ലാണ്ട്? നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്താലല്ലേ നമുക്ക് മണി കിട്ടുള്ളൂ. തീർച്ചയായും. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. എന്തിന്? എനിക്ക് കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ലോൺ എടുത്തിട്ടോ എന്ത് രീതിയിലും ആയിക്കോട്ടെ ഞാനത് വന്ന് തിരിച്ചടച്ചു. പിന്നെ എനിക്കിപ്പോൾ ഒരു ജോലി ഉണ്ട് അവിടെ. ഐ ആം ഏർണിങ് മണി. ഞാൻ ലോണൊക്കെ തീർത്തു. ഫൈൻ. നീ ഇപ്പം ചിലർ പറയും ലോൺ എടുത്തിട്ട് തിരിച്ചു പോയി ആ ലോൺ അടച്ചു. 5 വർഷം കൊണ്ട് ഞാൻ ലോൺ അടച്ച് തീർത്തു. ഇപ്പം എൻ്റെ ഡാഡി റിച്ച് ആണെങ്കിൽ എനിക്ക് 20 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് പോവാം. അല്ല. അപ്പോൾ ഞാൻ വീടും പണയം വെച്ചിട്ടും എൻ്റെ ഗോൾഡ് പണയം വെച്ചിട്ടൊക്കെ ഞാൻ പോയി. എൻ്റെ വീടിൻ്റെ സ്ഥലമൊക്കെ പണയം വെച്ചിട്ട് ഞാൻ പോയത്. ആ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ അവിടെ കൊണ്ടുപോയി കുറച്ച് കാശൊക്കെ കിട്ടി തിരിച്ചു കൊടുത്തു.
പിന്നെ ഇതിനിടയിൽ നമുക്ക് പല കാര്യങ്ങളും പോകുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ, അച്ഛന് വയ്യാണ്ടായ കാര്യങ്ങൾ, ചേട്ടൻ്റെ അച്ഛന് വയ്യാണ്ടായ കാര്യങ്ങൾ, ഈ ലോണിൻ്റെ അടവുകൾ പോകണം, പിന്നെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ടേ, പിന്നെ അവിടുത്തെ ചെലവ്, ഫുഡ്, റെന്റ്, പിന്നെ വൈഫൈ, ട്രാവലിംഗ് എക്സ്പെൻസ്, ഇതിനൊക്കെ ഉണ്ട്. ഹസ്ബൻഡിന്റെ കെയർ ഓഫിലാണ് ആദ്യം? അല്ല, ഞാൻ ഒറ്റയ്ക്കാ പോയെ. ഓ, ആദ്യം ഒറ്റയ്ക്കാ പോയെ. അപ്പൊ ആ കാശ് ഫുള്ളി. ഓ, അതായത് ജസ്റ്റ് കാനഡയ്ക്ക് ഫസ്റ്റ് ജോബ് എടുത്ത് സ്റ്റുഡന്റ് വിസയിൽ പോയി. അതാണ് ഇത്ര കാശ്. ഓക്കെ, എന്തായിരുന്നു അവിടെ പോയി പഠിച്ചത്? ഗ്ലോബൽ ബിസിനസ് മാനേജ്മെന്റ്. അത് ഗീതു അത് വളരെ കോമിക് ആയിട്ട് ബയോമെഡിക്കൽ എഞ്ചിനീയർ വെച്ച് ഗ്ലോബൽ ബിസിനസ്. കുഴപ്പമില്ല, അതിൻ്റെ ഒക്കെ കുറച്ചൊക്കെ വിവരം വെച്ചിട്ടുണ്ട്. ബയോമെഡിക്കൽ? ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറാണ് പഠിച്ചത്, ഗ്ലോബൽ ബിസിനസ് മാനേജ്മെന്റ്. ഓക്കെ, കല്യാണത്തിന് മുന്നേ പോയോ? അല്ലടാ, കല്യാണത്തിന് ശേഷം. ചേട്ടനാ എന്നെ പറഞ്ഞു വിട്ടെ. ഓ, കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾക്ക് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഇല്ലേ, ചേട്ടൻ ദുബായിലും ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന ഇഷ്യൂസ് ഞങ്ങൾക്കിടയിൽ വരാൻ തുടങ്ങി. ഞാൻ പറയുന്നത് ആൾക്ക് മനസ്സിലാവണില്ല, ആള് പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അടി, വഴക്ക്, ബഹളം, പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പം ഞങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തു, എന്ത് ചെയ്തു, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാം. ഒരുമിച്ച് ജീവിക്കാനായിട്ടാണെങ്കിൽ ആൾ പറഞ്ഞു എനിക്ക് എൻ്റെ ജോലി കളഞ്ഞ് ഇപ്പോൾ വരാൻ പറ്റത്തില്ല, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ആൾ റെഗുലർ ജോലിയിൽ നിന്ന് തന്നെ എങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ എന്ത് ചെയ്തു, എന്നാൽ നമുക്കൊരു കാര്യം ചൂസ് ചെയ്യാം, നമുക്ക് ഇമിഗ്രേറ്റ് ചെയ്യാം ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക്. അപ്പോൾ നീ പോ, ഞാൻ നിൻ്റെ കൂടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാനഡ ചൂസ് ചെയ്തു. അന്ന് ഇമിഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം കാനഡയ്ക്ക് ഞാൻ സ്റ്റുഡൻറ്റ് വിസ എടുത്ത് പോയി. പതുക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കുട്ടിയും കൊണ്ടുവന്നു. ഓക്കെ, അങ്ങനെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പതുക്കെയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ആദ്യമേ എല്ലാം സെറ്റ് ചെയ്ത് വരാൻ നടക്കില്ല. പതുക്കെ ഓരോരോ സ്റ്റെപ്പായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. അതിനുശേഷം ലോണെല്ലാം അടച്ചു തീർത്തെങ്കിൽ ഇപ്പം രണ്ടു പേർക്കും നല്ല ജോലിയുണ്ട്. ഒരാൾക്ക് വെസ്റ്റ് ഇന്ത്യൻ സ്റ്റോർ മാനേജർ വർക്ക്. സ്ട്രഗിൾ ഉണ്ട്, ഇപ്പോഴും ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊക്കെ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇപ്പോഴും മാസം വീട്ടിലേക്ക് ലോണും ഒക്കെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ എന്താണ്, ജോലി ചെയ്യുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്, കടങ്ങളൊന്നുമില്ല, ചെറിയ 1-2 അതൊക്കെ നമ്മൾ അടയ്ക്കും. ആയുസ്സും ആരോഗ്യം ദൈവം തരുന്നിടത്തോളം കാലം ആരോഗ്യം നിന്നാൽ മതി. ഇപ്പൊ ഈ കാനഡയിൽ ഇപ്പം ഗീതു വർഷങ്ങൾക്ക് മുന്നേ രീതിയിൽ പോയി, ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഗീതു കാണുമ്പോൾ അന്ന് ഗീതു എടുത്ത സ്ട്രഗിൾ ആണോ ഇന്ന് ഇവര് ചെയ്യുന്ന സ്ട്രഗിൾ ആണോ ഭയങ്കരമായിട്ടും തോന്നുന്നത്? കാരണം നമ്മൾ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും അറിയില്ല. ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് കാനഡയിൽ എവിടെ എങ്ങനെ പോകണം, എന്ത് ചെയ്യണം. നമ്മൾ പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് പിന്നെ ഈ തരത്തിൽ മൊബൈലിൽ കിട്ടുന്ന ഒരു അറിവുകളൊന്നുമില്ല. അന്ന് നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് വേണം അറിവ് നേടാൻ. ഇന്നതല്ല, മൊബൈലിൽ ഗൂഗിൾ ചെയ്താൽ മതി, പക്ഷെ മൊബൈലിൽ അത് കിട്ടും. നമ്മളില്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകണം, ലാപ്പ് ഉണ്ടാവണം. എങ്ങനെയുണ്ട് ഇന്നത്തെ കുട്ടികളുടെ ഇത് സ്ട്രഗ്ലിംഗ് ആണോ, അല്ലെങ്കിൽ ഇന്ന് കാനഡയിൽ ചെന്നിറങ്ങുമ്പോൾ? പിള്ളേർക്കൊക്കെ ഒരു വിധം ഇവരൊക്കെ വെച്ച് തുടങ്ങി എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അവിടെ വരുമ്പം ഏതിൽ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യണം, ആദ്യമേ തുടങ്ങി PR-ന്റെ കാര്യങ്ങളിൽ ഫസ്റ്റ് ടൈം മുതൽ PR-ന് കൊടുക്കണോ അതോ വർക്ക് പെർമിറ്റ് അവസാനിക്കാറാവുമ്പോൾ കൊടുക്കണോ എന്നൊക്കെ ഉള്ള തോട്ട് പിള്ളേർക്ക് വന്നു തുടങ്ങി. ആദ്യം പിള്ളേരെ ഈ കുഞ്ഞുങ്ങൾ സ്റ്റുഡൻറ് വിസയിൽ വരുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ ആദ്യം 2-3 വർഷമൊക്കെ ജോലി ചെയ്ത് കാശുണ്ടാകും. പക്ഷെ PR-ന്റെ കാര്യം അവരങ്ങ് വിടും. നമുക്ക് അവിടെ നിലനിൽപ്പാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞപ്പോൾ അവർ 3-ാമത്തെ വർഷത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക. അവർ ചിലപ്പോൾ 3 വർഷത്തെ വർക്ക് പെർമിറ്റ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ പിള്ളേർക്ക് അവർക്ക് ഒരുവിധം എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ലിമിറ്റഡ് ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ആരും ഇപ്പോൾ അധികം മൈഗ്രേറ്റ് ചെയ്യുന്നില്ല കാനഡയ്ക്ക്. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ഉള്ള ഇപ്പോൾ കുറേ ലിമിറ്റേഷൻസ് വരുത്തി. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇപ്പോൾ കുറച്ചും കൂടെ ഇതുണ്ട്. അവർ എടുക്കുന്ന അപ്രോച്ചുകൾ, അതായത് PR-ന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വന്നു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് നന്നായി മണി ഉണ്ടാക്കാൻ തിരിച്ചു പോകും. അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ 2 ഇയേഴ്സ് കോഴ്സ് എടുത്തിട്ട് 3 ഇയേഴ്സ് സ്റ്റേ ബാക്ക് ഉള്ളു. അപ്പോൾ 5 വർഷം ഉണ്ടേ. ഈ 5 വർഷം നന്നായി പണിയെടുത്തിട്ട് ഇവിടുന്ന് വന്ന കാശും ഒരു എക്സ്ട്രാ മണി ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെയോ എൻ്റെ ഫ്രണ്ട്സിന്റെ കുറെ പേര് അങ്ങനെ പോയവര്. ഇപ്പൊ ഗീതു തന്നെ വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ നാടാണ് ഇഷ്ടം എന്ന് പറയുന്നു, ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നു. അവിടെ ചെല്ലുമ്പം ഈ പറഞ്ഞ പോലെ അച്ഛനില്ല, അമ്മയില്ല, സഹോദരനില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാം, പോട്ടെ ഒന്ന് ദേഷ്യപ്പെടാൻ. നമ്മൾ കരച്ചിലിനേക്കാൾ മുന്നേ നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് അത് ദേഷ്യമായിട്ടാകാൻ. അങ്ങനെ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ കാനഡയിൽ എങ്ങനെയാണ് പിടിച്ചു നിന്നത്? ഇപ്പം ആദ്യമായിട്ടൊരു ജോലി എന്ന് പറയുന്നത് എന്തോ ടോയ്ലറ്റ് ക്ലീനിങ്ങിന് എന്തോ അവർ പറഞ്ഞു, ഞാനോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അത് നമുക്കെന്തോ കുറച്ചിൽ പോലെയാണ്. നമ്മുടെ കുറച്ചിലുകളാണ് നമ്മളെ ജോലിയിലെ അപ്പ് ആൻഡ് ഡൗൺസ് തീരുമാനിക്കുന്നത്. അതെങ്ങനെയാണ് ആ ഒരു സമയമില്ല? അതൊരു ഭയങ്കര സമയമാണ്. കാരണം ഹസ്ബൻഡ് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ
ഇവിടെ നിന്നപ്പം പറയുന്ന മനസ്സിലാവുന്നില്ലെന്നുള്ളൂ. ഇത് അങ്ങോട്ട് ചെന്നപ്പോൾ ടൈം സോണും മാറി. എങ്ങനെയുണ്ടായിരുന്നത്? ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നാമത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്ട്രഗിൾ, പിന്നെ ഞാൻ 1 ഇയർ കോഴ്സിനാണ് പോയത്. 1 ഇയർ വർക്ക് പെർമിറ്റ് ഉള്ള, അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കണം. എനിക്ക് ജോലി കിട്ടിയേ പറ്റുള്ളൂ, അവിടെ നിലനിൽക്കാനുള്ള ജോലി. അപ്പോൾ അതിന് ഞാൻ ചെന്നത് വളരെ ചെറിയൊരു 3000 പേര് താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക്. അവിടെ 100 ഇന്ത്യൻ കുട്ടികളാണ് പോയത്. ഇത്രയും പോലൊരു ജോലി പോലും ഇല്ല, എന്നിട്ട് PR കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെയൊക്കെ അതിൻ്റെ ഒരു ഒന്നാമത് ഒന്നും അറിയണില്ല, എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നൊരു പിടിയില്ല, ആരോട് എങ്ങനെ പറയണമെന്നൊരു ബോധമില്ല. മീൻസ് ലൈക്ക് ഒരു പുറം രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ അവരോടൊക്കെ എങ്ങനെയാണ് സംസാരിക്കണം, നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കണോ അതോ നമ്മുടെ സത്യങ്ങളൊക്കെ പറയണം നമുക്ക് PR, അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. ഫുൾ ഡൈലമയാണ്. ഇപ്പോൾ ഉള്ള ക്ലാരിറ്റി അപ്പം ഇല്ല. ഇപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ വേണം, യു ഹാവ് ദ റൈറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ക്ലാരിറ്റി ഇപ്പം ഉണ്ട്, അന്നില്ല. അന്ന് ഞങ്ങളെല്ലാം പച്ചമാക ഒന്ന് ചരിച്ചിട്ട് പോലും ഇല്ല അറിയത്തില്ലേ. അപ്പൊ ഞാൻ അവിടെ വന്നപ്പം പിന്നെ ചെയ്യുന്ന ജോലികളിൽ ഞാൻ പല സ്ഥലത്തും ഒത്തിരി ബുള്ളിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. എന്ത് തരം ബുള്ളിങ് ആണ് അവിടെ? ബോഡി ഷേമിങ് ചെയ്യും. അത് എന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് എന്നെ എൻ്റെ കൂടെ നിന്ന ഫ്രണ്ട്സിനെ പെൺകുട്ടികളെ ബോഡി ഷേം, അത് വേറെ രാജ്യത്തുള്ള ആൾക്കാരും. പിന്നെ അവർ നമ്മൾ ചിലപ്പം നമ്മുടെ ബോസിനൊക്കെ ചിലപ്പോൾ, അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ബേസിക് എയിം എന്താണ്, എനിക്ക് അവിടെ നിന്ന് PR കിട്ടാനുള്ള പേപ്പർ, ഞാനൊക്കെ പണിയെടുക്കും അവിടെ. ഈ എപ്പോഴും പറയുന്നത് ഈ പണി നന്നായി പണിയെടുക്കും. ചിലപ്പോൾ ഉരച്ച് തേച്ച് കാണിച്ചു കൊടുക്കും, സാർ നന്നായി പണിയെടുക്കുന്നുണ്ട് PR പേപ്പർ അങ്ങനെയൊക്കെ പറയാം. അപ്പം ഐ നീഡ് ടു ഷോ ദം, റൈറ്റ്? ഞാൻ അവരെ കാണിച്ചു കൊടുക്കണം. അവരൊക്കെ എന്നെ ഇവിടെ നിർത്തി കഴിഞ്ഞത്. അപ്പം ഞാൻ ഇത് കാണുമ്പോൾ അപ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ഇമ്പ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് മറ്റുള്ള കോവർക്കേഴ്സിന് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളോട് അതിൻ്റെ ഇതൊക്കെ കാണിക്കും. ചിലപ്പോൾ സൂപ്പർവൈസേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ മാനേജേഴ്സ് ആയിരിക്കും. എന്നെ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്തിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടാമത് ഗർഭിണിയായി ഞാൻ എൻ്റെ വയറ്റിൽ ഈ ഫ്രൈസ് ഇങ്ങനെ പെറുക്കിയിടുന്നതിനിടയിൽ വെളിച്ചെണ്ണ തെളിച്ച് വീണു എനിക്ക്. എന്നിട്ട് പൊള്ളിയിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് എൻ്റെ അപ്പൊക്കെ അതൊന്നും മനസ്സിലാക്കാണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ. അതിനുശേഷം ഇവരുടെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ കുത്തി പറയാ, എത്ര പണിയെടുത്താലും പണിയെടുത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സെയിം പണി തന്നെ. ഈ ബാത്റൂം കേടായിരിക്കും, അപ്പോൾ അതൊന്ന് മെയിൻ്റനൻസിന് എഴുതിടുന്നതിന് പകരം ഓരോരുത്തർ ബാത്റൂമിലേക്ക് വിടും. എന്നിട്ട് അതായത് എന്താ പറയുക, ചിലതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യും. അവർ നമ്മളെ ബുള്ളി ചെയ്യും. അതിനൊക്കെ അതായത് വെർബലി ബുള്ളി ചെയ്യും. ഫിസിക്കലായിട്ടൊന്നും അവർ ചെയ്യത്തില്ല, വായ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നമുക്കത് മൈൻഡ് ചെയ്യാതിരിക്കാൻ വേണമെങ്കിൽ നമ്മുടെ കൾച്ചേഴ്സിനെയാണോ പറയുന്നത്? കൂടുതലും ബോഡി ഷേമിങ് ആണ് ചെയ്യുക. എന്തോന്ന് എനിക്കുള്ള എന്നൊക്കെ ചോദിക്കും, ഫ്രണ്ടില്ല ബാക്കില്ല എന്നൊക്കെ പറയും. പിന്നെ അറിയും യു ലുക്സ്, അങ്ങനെയൊക്കെ നന്നായി പറയും. നന്നായി പറയുന്ന പറഞ്ഞാൽ വളരെ മോശമായിട്ടും സെക്ഷലിയും മോശമായിട്ട് പറയും. അപ്പോൾ തിരിച്ചൊന്നും പറയാൻ പേടിച്ചിരിക്കും, മിണ്ടില്ല. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഞാനിത് എൻ്റെ ചേട്ടനോട് ചെന്ന് പറഞ്ഞു. ചേട്ടനോട് ചെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ, നീ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ നിൽക്ക്. ആൾക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കാൻ അറിയാം, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ഒന്ന് ഇത് ടെൻഷൻ അടിക്കുക, സ്ട്രെസ് അടിക്കുക എന്നല്ലാണ്ട് എനിക്ക് വേറെ ഒരു വഴിയില്ല, എനിക്ക് അറിയാനില്ല. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇത് സെയിം പറഞ്ഞു, മുടിയൊക്കെ മുറിച്ച്, ദേഷ്യം മൊത്തം സ്വയം മുടിയിലും ഒക്കെ കാണിക്കാനൊക്കെ മുടിയൊക്കെ മുറിച്ച് കളഞ്ഞു. എനിക്ക് ആരോടെങ്കിലും ആ ദേഷ്യം കാണിക്കണ്ടേ? പിന്നെ എങ്ങനെയാണ് അവിടെ നിൽക്കണ്ടേന്നുള്ളൊരു മനസ്സിലാവണില്ല. അത് നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴേ പഠിക്കത്തുള്ളൂ. എൻ്റെ മെയിൻ ബോസിൻ്റെ വൈഫും എനിക്ക് നല്ല സപ്പോർട്ടാണ്. അവിടെ ഉണ്ടാകുന്ന ചില അതായത് മാനേജർ, സൂപ്പർവൈസേഴ്സ് ഒക്കെ അവർ നമ്മളെ മെയിൻ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പണിയെടുക്കേണ്ടി കഴിഞ്ഞാൽ അവരും പണിയെടുക്കേണ്ടി വരും. അതറിയാം. അപ്പോൾ അവിടെ ഉള്ളവർക്കൊന്നും അങ്ങനെ പണിയെടുക്കുന്നൊന്നും ഇഷ്ടമല്ല. ചെറിയ പണിയെടുക്കുക, അച്ചിട്ട് പോവുക. എനിക്ക് എന്താ എയിം, പേപ്പർ കിട്ടണം, അതിന് അവർ കാണണം ഞാൻ പണിയെടുക്കുന്നു. ഞാൻ പണിയെടുത്ത് കാണിക്കും. അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവേഴ്സ് കുറയ്ക്കും. ഏറ്റവും സങ്കടം അവേഴ്സ് കുറയ്ക്കണമെന്നാണ്. അവേഴ്സ് കുറച്ച് എങ്ങനെ സാലറി കിട്ടും? ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ആകുമ്പോൾ അവിടെ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ അവേഴ്സ് കുറച്ചാലും വേറെ എവിടെയെങ്കിലും പണിയെടുക്കാമല്ലോ. ക്ലോസ്ഡ് ആകുമ്പോൾ അവിടെ മാത്രം. അപ്പോൾ കാശ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കുറയും. അപ്പോൾ ഇവരോടൊന്നും പറഞ്ഞ ടെൻഷനാണ്, പറയാനും പറ്റത്തില്ല. കാശ് വേണം എനിക്ക്, എൻ്റെ ബേസിക് കാര്യങ്ങൾ നീങ്ങണ്ടേ. അപ്പോൾ ക്ലോസ്ഡ് വർക്ക് 3 വർഷം. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതൊക്കെ അന്നൊക്കെ അനുഭവിച്ചത് ആലോചിക്കുമ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ വായ കൊണ്ട് പറയുമ്പോൾ സിമ്പിളാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഭയങ്കര ബുള്ളിങ് എന്ന് പറയുമ്പം പലർക്കും പറയാം, തിരിച്ചു പറഞ്ഞൂടെ, പറയാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അത് അറിയത്തുള്ളൂ.